നമസ്കാരം. 2016 വീണ ജോർജ് ആറന്മുളയിൽ നിന്നും ആദ്യമായി MLA തിരഞ്ഞെടുക്കപ്പെടുന്നത്. വീണ ജോർജ് ആ പദവിയിൽ ഇരുന്നപ്പോൾ ആദ്യം ചെയ്ത അഴിമതി തൻ്റെ അനിയത്തി വിദ്യ കുര്യാക്കോസിനെ ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചതാണ്. സ്വജനപക്ഷപാതമാണത്. വിദ്യ കുര്യാക്കോസ് അറിയപ്പെടുന്ന വക്കീലോ അല്ലെങ്കിൽ ഇടത് പാർട്ടിയുടെ ഭാഗമോ ആയിരുന്നില്ല. പക്ഷെ എന്നിട്ടും വീണ ജോർജിൻ്റെ അനിയത്തി ആയതുകൊണ്ട് ആ പദവിയിലേക്ക് തിരികെ കയറ്റി. 2021 പിണറായി വീണ്ടും മുഖ്യമന്ത്രിയായപ്പോൾ വീണ ജോർജ് മന്ത്രിയാവുകയും വിദ്യ കുര്യാക്കോസ് ആ പദവിയിൽ തുടരുകയും ചെയ്തു. അക്കാലത്ത് ഇത് വലിയ വാർത്തയായിരുന്നു. എല്ലാ മാധ്യമങ്ങളും വീണ ജോർജിൻ്റെ അനിയത്തിക്ക് സ്വജനപക്ഷപാതത്തിൻ്റെ ഭാഗമായി നിയമനം കൊടുത്തതിനെ വിമർശിച്ചു. മാധ്യമങ്ങൾ വാർത്ത എഴുതി സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം നടത്തി. അന്ന് പ്രതിപക്ഷത്തായിരുന്ന കോൺഗ്രസ് പാർട്ടി പ്രതിഷേധിച്ചു. കഴിഞ്ഞ 10 വർഷവും പിണറായി വിജയൻ പാർട്ടിക്കാരെയും വേണ്ടപ്പെട്ടവരെയും ഇത്തരം പദവികളിൽ നിയോഗിച്ച് ലക്ഷക്കണക്കിന് രൂപ ഖജനാവിൽ നിന്നും കാശ് കൊടുത്തതല്ലാതെ സർക്കാരിന് വേണ്ടി വാദിക്കാൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലെയും വക്കീലുമാരെ കൊണ്ടുവരുന്ന സാഹചര്യമുണ്ടായത് ഇങ്ങനെ സ്വന്തക്കാർക്ക് വീതിച്ചു കൊടുത്തതുകൊണ്ടാണ്. ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രം GP-മാരെ നിയമിക്കുക, PP-മാരെ നിയമിക്കുക, എന്നിട്ട് അവർ കേസ് വാദിച്ച് തോറ്റുകൊടുക്കുക. ഇവരിൽ പലരും തോറ്റുകൊടുക്കുന്നതിന് പ്രതിഫലമായി വലിയ തുക പ്രതികളിൽ നിന്നും കൈക്കൂലി വാങ്ങുകയും ചെയ്യുന്നത് പതിവാക്കി. സർക്കാരിന് താല്പര്യമുള്ള കേസുകളിൽ ഇത്തരം GP-മാരെയും PP-മാരെയും ഉപയോഗിക്കാതെ സുപ്രീം കോടതി ലക്ഷങ്ങൾ മുടക്കി വക്കീലുമാരെ കൊണ്ടുവന്ന് വിജയിക്കുകയും ചെയ്തു. VD സതീശൻ്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ വരുമ്പോൾ ഈ തെറ്റ് ആവർത്തിക്കില്ല എന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ? അങ്ങനെ ആവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിണറായിയുടെ ദുർഭരണം അവസാനിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചത് ഇത്തരം സ്വജനപക്ഷപാതങ്ങളും അഴിമതിയും അരങ്ങുവാണപ്പോഴാണ്. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ടും ഒരു മാറ്റവുമില്ലെന്നും ഇടതേ കാലിലെ മന്ത് വലതേ കാലിലേക്ക് മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തതേ എന്നും വ്യക്തമാകുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിലൊന്ന് GP PP നിയമനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. CPM-കാർക്ക് വേണ്ടപ്പെട്ടവരെല്ലാം തിരികെ കയറ്റുകയാണ് നിർണായകമായ പദവികളിൽ. GP-മാരുടെയും PP-മാരുടെയും ലിസ്റ്റ് വരുമ്പോൾ അവരിൽ മിക്കവരും മന്ത്രിമാർക്കും സ്വാധീനമുള്ള MLA-മാർക്കും MP-മാർക്കുമൊക്കെ വേണ്ടപ്പെട്ടവർ തന്നെയാണ്. പിണറായി വിജയൻ ചെയ്തതുപോലെ തന്നെ ഖജനാവിലെ പണം ഇവർക്കൊക്കെ കൊടുക്കുക, അങ്ങനെ സർക്കാരിന് നേട്ടമുണ്ടാവേണ്ട കേസുകളിൽ തോറ്റുകൊടുക്കുക, സർക്കാരിന് രാഷ്ട്രീയ താല്പര്യമുള്ള കേസുകളിൽ പുറത്തുനിന്ന് വക്കീലുമാരെ കൊണ്ടുവരിക എന്ന രീതി VD സതീശൻ സർക്കാരും എടുത്തിരിക്കുന്നു എന്ന് വ്യക്തമാവുന്ന നിരവധി തെളിവുകളുണ്ട്. സർക്കാരിന് വേണ്ടപ്പെട്ട ഒരേ കുടുംബത്തിലും തന്നെ നിരവധി പേരെ PP-മാരായും GP-മാരായും നിയമിച്ചിട്ടുണ്ട്. അതിലേറ്റവും വിവാദമായി മാറേണ്ടത് അന്ന ലിൻഡ ഈഡൻ്റെ നിയമനമാണ്. അന്ന ലിൻഡ ഈഡൻ ഹൈബി ഈഡൻ എന്ന എറണാകുളം MP-യുടെ ഭാര്യയാണ്. കോൺഗ്രസ് പാർട്ടിയിൽ കഴിവുള്ള വക്കീലന്മാർ ഇല്ലാത്തതുകൊണ്ടല്ല, ഹൈബി ഈഡൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ഈ പദവിയിലേക്ക് നിയമിച്ചിരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വാർത്തയിലൂടെയാണ് അന്ന ലിൻഡ ഈഡൻ ആദ്യം വാർത്തകളിൽ നിറഞ്ഞത്. പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തൃശൂർ കോർപ്പറേഷൻ മാത്രമല്ല, മറ്റ് പല കോർപ്പറേഷനിലും അന്ന സ്റ്റാൻഡിംഗ് കൗൺസിലായിരിക്കുന്നു എന്നാണ്. അതിലൊന്ന് തൃക്കാക്കര നഗരസഭയാണ്. തൃക്കാക്കര നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത്. അതിൽ അന്ന ലിൻഡ ഈഡൻ്റെ പേരുമുണ്ട്. ഈ രണ്ടിടത്ത് മാത്രമാവില്ല, അതിനപ്പുറം പലയിടങ്ങളിലും അന്നയുടെ പേരുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അന്നയെ ലിസ്റ്റ് ചെയ്തത് എന്ത് അടിസ്ഥാനത്തിലാണ്? അന്നയ്ക്ക് വക്കീൽ എന്ന നിലയിൽ ദീർഘകാലത്തെ പരിചയമൊന്നുമില്ല. എഞ്ചിനീയറിംഗ് പൂർത്തിയായതിനു ശേഷമാണ് അന്ന 3 വർഷ LLB എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ പഠിക്കുന്നത്. അതിൽ പോലും ചിലർ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ MBA-ക്ക് അപേക്ഷിച്ച അന്നയ്ക്ക് ഇൻ്റർവ്യൂ വരെ പാസ്സായെങ്കിലും ഡൽഹിയിൽ നിന്ന് പഠിച്ച എഞ്ചിനീയറിംഗ് നിയമപരമായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പറഞ്ഞതുകൊണ്ട് MBA-ക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിഞ്ഞില്ലെന്ന് അന്നയുടെ സഹപാഠിയായിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് അന്ന അതേ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ LLB-ക്ക് ചേർന്നത് എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ തേടിപ്പോയില്ല, അതെന്തും ആവട്ടെ. പക്ഷേ 2017-ലോ 2018-ലോ മാത്രം LLB പാസ്സായ അന്ന ശ്രദ്ധേയമായ ഇത്തരം കേസുകളിൽ വക്കീലാകുമ്പോൾ വാസ്തവത്തിൽ സർക്കാർ കേസുകളിൽ തോൽവി ചോദിച്ചു വാങ്ങുകയല്ലേ ചെയ്യുന്നത്. അന്നയേക്കാൾ കഴിവുള്ള കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു അഭിഭാഷകരും കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണോ അന്നയ്ക്ക് പദവി കൊടുത്തത്? ആശ്രിത നിയമനത്തിലൂടെ എറണാകുളം MLA-യും പിന്നീട് എറണാകുളം MP-യുമായ നേതാവാണ് ഹൈബി ഈഡൻ. തൻ്റെ ക്വാളിറ്റി കൊണ്ടല്ല, തൻ്റെ പിതാവിൻ്റെ ക്വാളിറ്റി കൊണ്ട് മാത്രം ഓർമ്മിക്കപ്പെടുന്ന നേതാവ്. ഏത് കുറ്റിച്ചൂരിനെ പിടിച്ച് നിർത്തിയാലും ജയിക്കുമെന്നുറപ്പുള്ള എറണാകുളം സ്വന്തമായി കിട്ടിയത് ഹൈബിയുടെ മഹാഭാഗ്യമാണ്. ആ ഹൈബി അത്രയും വലിയൊരു പദവി തനിക്ക് കിട്ടിയിട്ടും തൻ്റെ ഭാര്യയെ കൂടി സർക്കാർ ചെലവിൽ എവിടെയെങ്കിലും കൊണ്ട് പ്രതിഷ്ഠിക്കണം എന്ന് കരുതുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്.
പൊതുപ്രവർത്തകർ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരായ നിലപാടെടുക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു പദവി അവർക്ക് കിട്ടുമ്പോൾ അവർ ആ പദവി നൽകിയ പാർട്ടിയോടും ആ പദവിയിലേക്ക് എത്തിച്ച ജനത്തോടും നന്ദിയുള്ളവരാകുമ്പോൾ കഴിയുന്നതും അഴിമതിയിൽ നിന്നും സ്വജനപക്ഷപാതത്തിൽ നിന്നും മാറി നിൽക്കണം. സ്വന്തം കുടുംബവിശേഷങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ നിരന്തരം എഴുതി അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് വിശ്വസിക്കുന്ന അന്നയെ ഹൈബിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രം ഈ പദവിയിലേക്ക് നിയോഗിച്ചത് സ്വജനപക്ഷപാതവും അതുകൊണ്ട് തന്നെ അഴിമതിയുമാണ്. ലോകായുക്ത കോടതികൾ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ അഭിഭാഷകരെ നിയമിക്കുമ്പോൾ മാനദണ്ഡം പാലിക്കേണ്ടതിനെക്കുറിച്ച് സുപ്രീം കോടതി പോലും ഉത്തരവുമിട്ടിട്ടുണ്ട്. ഇതൊന്നും പാലിക്കാതെ അന്നയെ തൃശൂർ കോർപ്പറേഷൻ്റെയും തൃക്കാക്കര കോർപ്പറേഷൻ്റെയും അഭിഭാഷകയായി ഉയർത്തുമ്പോൾ വാസ്തവത്തിൽ സർക്കാർ ഖജനാവിലെ പണം ദൂർത്തടിച്ച് സ്വജനപക്ഷപാതത്തിന് ജനപ്രതിനിധിയായ ഹൈബി ഈഡൻ കൂട്ടുനിന്നു എന്ന് സങ്കടത്തോടുകൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വ്യക്തിപരമായി അന്നയെക്കുറിച്ചൊരു പരാതിയും ഉള്ളയാളല്ല ഞാൻ. അന്ന മിടുക്ക് തന്നെയാണ്. പക്ഷേ ഹൈബി ഈഡൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ അന്ന സർക്കാർ പദവികൾ സ്വീകരിക്കാതിരിക്കാനുള്ള വിവേകം കാണിക്കണമായിരുന്നു. ആ പദവികൾക്കപ്പുറമാണ് തൻ്റെ കാലിബർ എന്ന് തെളിയിച്ചു കൊടുക്കേണ്ട ബാധ്യത അന്നയ്ക്കുണ്ടായിരുന്നു. 2019 വെള്ളപ്പൊക്കത്തിൽ വെള്ളം വീട്ടിൽ കയറിയപ്പോൾ തൻ്റെ ഭർത്താവ് അവിടെ ഇരുന്നുകൊണ്ട് കൂളായി ഭക്ഷണം കഴിക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് അന്ന് അന്ന എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ അന്നയുടെ സാമൂഹ്യ ബോധത്തിൻ്റെ ഉദാഹരണമായി മാറി. റേപ്പ് ചെയ്യപ്പെടുന്ന ഒരാൾക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ലെങ്കിൽ അത് ആസ്വദിക്കണം എന്ന് അന്നയുടെ വാചകം അന്ന എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതിന് തെളിവായിരുന്നു. അത്തരം ചിന്തകളുടെ തുടർച്ച തന്നെയാണ് അനർഹമായ പദവിയിലേക്ക് അന്നയെ തിരികെ കയറ്റിയത് വഴി സംഭവിച്ചിരിക്കുന്നത്. വീണ ജോർജ് സഹോദരിയെ ഗവൺമെൻറ് പ്ലീഡറായി നിയോഗിക്കുമ്പോൾ വിമർശിക്കുന്നവർ ഹൈബി ഈഡൻ തൻ്റെ ഭാര്യയെ ആ പദവിയിലേക്ക് കയറ്റിയിരുത്തുമ്പോൾ മിണ്ടാതിരിക്കുന്നത് ഇരട്ടത്താപ്പാണ്. വീണ ജോർജ് അനിയത്തെ നിയമിച്ചത് തെറ്റായതുപോലെ തന്നെ തെറ്റാണ് ഹൈബി ഈഡൻ തൻ്റെ ഭാര്യയെ സർക്കാരിൽ നിന്നും 1 രൂപയെങ്കിലും പ്രതിഫലം കിട്ടുന്ന തസ്തികയിലേക്ക് നിയമിച്ചതും. വി ഡി സതീശൻ സർക്കാർ ദയവായി ഇത്തരം ദുർമാതൃകകൾ തിരുത്തി ജനപിന്തുണ ഉറപ്പിച്ച് മുമ്പോട്ട് പോകണം.